ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കാം. ഈ ഒരു തോരൻ മാത്രം മതിയാകും ഒരു പ്ലേറ്റ് നിറയെ തന്നെ ചോറുണ്ണാനായിട്ടും. ഇന്നത്തെ തോരൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ 3 ബീട്രൂട്ട് നല്ല പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അരമുറി നാളികേരവും തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി തോരൻ തയ്യാറാക്കിയെടുക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ച് ഉരുളി ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ കുറച്ച് പുഴുങ്ങലരിയും കറിവേപ്പിലയും വറ്റൽ മുളകും നല്ല ജീരകവും കൂടി ചേർത്ത് ഒന്നുകൂടി മൂപ്പിച്ചെടുത്തതിന് ശേഷം തിരുമ്മി എടുത്തിട്ടുള്ള നാളികേരം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന ചേരുവകൾ നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഈ ഒരു സമയത്ത് തോരന്റെ രുചി കൂട്ടാനായിട്ട് കടലപ്പരിപ്പ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ വെള്ളമെല്ലാം വറ്റി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം.